Dear friends, I am M.A. Rashid, consultant psychologist. Today I want to share with you a powerful truth about success. ഒരു കോട്ടുണ്ട്, സക്സസ് ഈസ് സ്വീറ്റ് ബട്ട് ഇറ്റ്സ് സീക്രട്ട് ഈസ് സ്വറ്റ്. വിജയം മധുരമാണ്, അതിൻ്റെ രഹസ്യം എന്നത് വിയർപ്പാണ്. നമുക്കൊരു വിജയത്തിലെത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ദ ഇല്യൂഷൻ ഓവർനൈറ്റ് സക്സസ്. എന്താണ് ഒരു രാത്രി കൊണ്ട് പലരും വിജയിച്ചു, അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ വിജയങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള ഒരു മിഥ്യാധാരണ പലർക്കുണ്ട്. ഇതൊക്കെ ഈസിയാണ് എന്നുള്ള ധാരണ. അതല്ല, പലരുടെയും വിജയം നമ്മൾ അറിയുന്നതിന് മുമ്പ് എത്രയോ അവർ അധ്വാനിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഹാർഡ് വർക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വി ഓഫൺ ലുക്ക് അറ്റ് സക്സസ്ഫുൾ പീപ്പിൾ ആൻഡ് തിങ്ക് ദേ അച്ചീവ്ഡ് ദെയർ ഗോൾസ് ഓവർ നൈറ്റ്. ഒരു രാത്രി കൊണ്ടൊന്നും നേടിയതല്ല. അതുകൊണ്ട് ഒരുപാട് നിരാശകളുണ്ടാവും, ഒരുപാട് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യേണ്ടത് വരും. അത്രയൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവർ ഈ വിജയത്തിലേക്ക് എത്തിയെന്ന കാര്യം നാം ആദ്യമേ മനസ്സിലാക്കണം. ആർക്കും ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. അമിതമായ അധ്വാനം, അതായത് കഠിനമായ അധ്വാനത്തിന്റെ പ്രാധാന്യം. ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഹാർഡ് വർക്കിന്റെ പ്രത്യേകത? നമ്മൾ എന്ത് നേടണമെങ്കിലും എന്ത് സ്വീകരിക്കണമെങ്കിലും നമുക്ക് കുറച്ച് നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്. വിയർപ്പ് ഇല്ലാതെ, അല്ലെങ്കിൽ നോ ഗെയിൻ നോ പെയിൻ, വേദന ഇല്ലാതെ ഒരു കാര്യം നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് അധ്വാനിക്കണം. അതിന് നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ നേടാൻ സാധിക്കും. ഇനി ഈ പ്രതിബന്ധങ്ങളെ നമ്മൾ എങ്ങനെ തടസ്സങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഓവർകമ്മിങ് ഓബ്സ്റ്റക്കിൾസ്. എന്തൊക്കെയാണ്? സക്സസ് എന്ന് പറയുന്നത് ഒരു നേർരേഖയല്ല. നമുക്കിപ്പോൾ കുറച്ചൊക്കെ വളഞ്ഞും തിരിഞ്ഞും കുറച്ച് പ്രയാസപ്പെട്ടും കല്ലും മുള്ളും പ്രയാസങ്ങളുടെ രേഖയിലൂടെ ഒക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കോൺഫിഡൻസ് മുറുകെ പിടിച്ചുകൊണ്ട് അതിന് എങ്ങനെ പ്രതികരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഗീവ് അപ്പ് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. നമ്മളൊരു വിദ്യാർത്ഥികളായിരിക്കാം, പക്ഷേ നമ്മൾ ജോലിക്കാരായിരിക്കാം, വലിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, റിസർച്ച് ചെയ്യുന്നവരായിരിക്കാം, ബിസിനസ് മെൻ ആയിരിക്കാം. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കുറേ സമയം നമ്മൾ ഗിവ് അപ്പ് ചെയ്യേണ്ടി വരും, നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെയും അതുപോലെ നമ്മൾ വെറുതെ അലഞ്ഞു നടക്കുന്ന സമയങ്ങളൊക്കെ. പക്ഷെ അതിനൊക്കെ ഒരു സമയം നമ്മൾ കണ്ടെത്തി അത് നമ്മൾ പരിഹരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം ഉണ്ടായിരിക്കുള്ളൂ. ഇനി അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഒരു സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ടു ഡു ലിസ്റ്റ് പോലെയുള്ള ഒരു സമയം പ്ലാൻ ചെയ്ത്, പ്ലാനിങ് ഇല്ലാതെ ഒരിക്കലും ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വിജയം നേടുന്ന ആളുകളുടെ കൂട്ടത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.